നോക്കിയേ സ്കോച്ചിന്റെ വില പറയണണ്ട. ഇവനൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഇവന്റെ വിചാരം നമ്മളാരും പൈസ കണ്ടിട്ടില്ലെന്നാണ്. ഇവനൊക്കെ ഉണ്ടല്ലോ അട്ടിച്ച് അവന്റെ അണപ്പല്ല് പുറത്തെടുക്കണം. ലോകത്തുള്ള ഒരു പെണ്ണിനും ഇവനെ പോലത്തെ ഒരു കൊരങ്ങനെ കെട്ടേണ്ട ഗതികേടുണ്ടാവരുത്. എത്ര പൈസ ഉള്ളവനാണെങ്കിലും എന്റെ പെങ്ങളെ കിട്ടാൻ വേണ്ടിയാണെങ്കിൽ ഇവനാണെങ്കിൽ ഞാൻ കൊടുക്കൂല. കൊടുക്കരുത്. കുറച്ചേരം കൂടി അവൻ അവിടെ നിൽക്കണമെങ്കിൽ ഇട്ടിരിക്കുന്ന ഷഡ്ഡിയുടെ വില എത്ര അവൻ ചോദിച്ചാൽ കണ്ണു കാണാൻ പാടില്ലേ? കാത് കേൾക്കാൻ പറ്റണല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവൻ ആമിനെ കുട്ടീനെ കുറിച്ച് പറഞ്ഞ കേട്ടോ. അവനെ മനുഷ്യന്റെ എന്തെങ്കിലും ലക്ഷണം ഉണ്ടോ? നോക്കിയേ നീ, നോക്ക് നീ. ആരോ എന്നെ കുറിച്ച് നല്ലത് പറയുന്നു. ശരിയല്ലേ? ശരിയാണ്. അതെ. സാധാരണ നമ്മൾ മുമ്പ് പ്രേമിച്ച പെണ്ണ് നമ്മളേലും ഗതികെട്ട ഒരുത്തൻ്റെ കൂടെ പോകുമ്പോ നമ്മൾ ഭയങ്കര ഹാപ്പി ആവില്ലേ? ഇല്ലേ? അതെ. ആ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇവനെ പോലത്തെ ഒരു മണ ഉണാഞ്ചന ആ പെണ്ണിനെ ഒരിക്കലും വിട്ടുകൊടുക്കൂല. ഞാൻ കൊടുക്കില്ല. ഒരിക്കലും കൊടുക്കൂലടാ. എനിക്ക് ഇപ്പോഴും തോന്നുന്നത് ഇവനിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ എന്തൊക്കെയോ മാർഗം ആലോചിച്ചിരിക്കുന്ന പോലെ. നിനക്ക് തോന്നിയോ അങ്ങനെ? എനിക്ക് തോന്നി. എനിക്ക് തോന്നി. നമ്മുടെ കുമിളിയിലെ പ്ലാന്റർ തോമാച്ചായന്റെ മോളുടെ പ്രപ്പോസൽ വന്നിങ്ങനെ ബ്രിമ്മി നിൽക്കുമ്പോഴാ നമ്മുടെ ഈ അന്നക്കൊച്ചിന്റെ ആലോചന എനിക്ക് വരുന്നത്. തോമാച്ചായന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയാമേ? ഊട്ടിയിൽ 150 ഏക്കർ തേയില, കൊടകിൽ അതുപോലെ കാപ്പി, വയനാട്ടിൽ ഏലം. അങ്ങനെ എന്നാ ഒക്കെയാണ്. എന്നാലും ഉള്ള പറയാലോ, അയാൾ ഫ്രോഡാ. എനിക്കയാളെ വിശ്വാസമില്ല. എനിക്ക് അച്ചായനാ വിശ്വാസം. കേട്ടോ എന്നെ കുട്ടി? നൗ ഐ എം വെരി ഹാപ്പി. എടിയ താടിക്കാരൻ കിഴങ്ങന്റെ ക്യാരക്ടർ മനസ്സിലാക്കിയിട്ടാണ് നീ കല്യാണം സമ്മതിച്ചത്? അതോ നിന്നെ എല്ലാം പെടുത്തിയതാണ് അയാളുടെ സ്വത്തും പണവും കണ്ടിട്ട്? ഞാൻ എന്താ പറയുന്നത് നിനക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നത്, അയാൾ നിനക്കൊരു ആബ്സല്യൂട്ട് മിസ്മാച്ച് ആണ്. It's not your business, Jerry. It's not my business. I know that. പക്ഷെ എന്നാ നമ്മൾ കുറെ കാലം അറ്റ്ലീസ്റ്റ് നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നില്ലേ? എനിക്ക് നിന്റെ ക്യാരക്ടർ എന്താണെന്ന്, നീ എന്താണെന്ന്, നിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ഒക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, നീ ഒരു മോശം ലൈഫിലേക്കല്ല ഒരു വൻ ദുരന്തത്തിലേക്ക് പോകുമ്പോൾ. പിന്നെ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായെന്ന് അറിയും, നിന്റെ ഇച്ഛായനം പെട്ടിരിക്കുക. ഇത് നിന്റെ ലൈഫാണ്. നിനക്കിഷ്ടമുള്ള നിന്നെ മനസ്സിലാക്കുന്ന ഒരാളുടെ കൂടെ നീ ജീവിക്കണ്ടേ? പിന്നെന്തിനാ അന്ന് പിരിഞ്ഞ്? അത് ഒന്നിക്കാൻ, ഇവിടെ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒന്നിക്കാൻ, ആ പെരട്ട താടിക്കാരനെയും നിന്നെ രക്ഷിക്കാൻ. അല്ല, ഇതിന്റെ കോൺസിക്വൻസസ് ഒന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. നീ എന്നോട് വരുമോന്നല്ല, നീ പറഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? ചിക്കൻ പൊരിച്ചിട്ടാ കറി വെച്ചാൽ. ഓ, അല്ലെങ്കിൽ തിന്നില്ലായിരിക്കും. കൊള്ളാട്ടാ. എടാ, ഞാൻ ഒരു മൂന്നാമത് ചോദിച്ചാൽ തരുമോ? നെയ്മീൻ ഫ്രൈ തീർന്നിട്ടാ. ഇനി എന്നോട് ചോദിക്കാൻ പറയാൻ നിൽക്കരുത്. വെജ് കുടിക്കാത്ത. ഓ, നീ കഴിക്കണല്ലേ? കഴിക്കടാ. നല്ല ചിക്കനാണ്ടാ. നിനക്ക് ഫ്രൈഡ് റൈസ് ഇഷ്ടമില്ലേ? എടാവള് വരാൻ സമ്മതിച്ചു. ആര്? അന്ന വരാൻ സമ്മതിച്ചു. ഇങ്ങോട്ട് ഓടാ. തമാശയാണോ? അവളെന്റെ കൂടെ വരാൻ സമ്മതിച്ചു. അത് അടിക്കാനുണ്ടോ കൂടെ? നീ ഒരു മേൽ തമാശ കളിക്കരുത്. അവളെന്റെ കൂടെ വരാൻ സമ്മതിച്ചു. നീയൊക്കെ കൂടെ മൂപ്പിച്ചിട്ടാണ് ഞാൻ അവളെ പോയി വിളിച്ചത്. അവളിപ്പോ എന്നോട് വരാന്ന് പറഞ്ഞിരിക്കുക. ഞങ്ങൾ വെറുതെ ലോകതത്വം പറഞ്ഞല്ലേ, നീ സീരിയസ് ആയിട്ടാ? ലോകതത്വം ഇതുമാതിരി പൂക്കൃത്തരം കാണിക്കരുത്. മര്യാദയ്ക്ക് എന്റെ കൂടെ വന്നു, ഞാൻ പോയി വിളിച്ചോണ്ട് വരാൻ പോകും. ഈ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഉള്ള പറയാലോ, എനിക്ക് ഈ മലയാളിയാണെന്ന് പറയാനേ ഇഷ്ടമല്ല. ചേച്ചി ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം, അപ്പൊ തന്നെ പൊട്ടിച്ചു നോക്കും. വെറുതെ നാണം കിട്ടുമോ? അതെ. നീ ശരിക്കും ആലോചിച്ചിട്ടാണ് ഈ തീരുമാനം എടുത്തത്? അതെ. ആണോ? എന്റെ മനസ്സിന് ശരിയെന്ന് തോന്നുക ഞാനിപ്പോ ചെയ്യുന്നത്. ഭയങ്കര തെറ്റായി പോയി. ആ വഴി പോ, വേഗം വാ. നമ്മളെ ഇവളെന്നെ കൊണ്ടുപോകണം, ഇവള് നമ്മളെന്നെ കൊണ്ടുപോകണം. വണ്ടി എടുത്ത് പുറത്തേക്ക് വരാം. നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യും. നിങ്ങൾ തൊഴിയോ? വാ, സൂക്ഷിച്ച് വാ വാ. അഥവാ ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ വെറുതെ നടക്കാറിങ്ങിന്ന് പറഞ്ഞാൽ മായിട്ടാ.
അല്ല അല്ല നമുക്ക് നാളെ പള്ളിയിൽ കാണണം. എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ വരണം. ഓക്കെ ഓക്കെ. അച്ഛൻ വന്നേ. എന്നാടി? എനിക്കെന്തോ ഒരു പന്തികേട് പോലെ. എന്താ? അന്നേ കാണുന്നില്ല. കാണുന്നില്ലെന്നോ? അയ്യോ, ഒച്ച വെക്കാതെ. എന്നാ ടോമിച്ചായ പ്രശ്നം? ഏയ് പ്രശ്നമൊന്നുമില്ല. നീ ആ ഫോണിൽ ഞാൻ സ്വിച്ച് ഓഫ് ആണല്ലോ. ഒന്നുകൂടി വിളിച്ചു നോക്ക്. ഇച്ചായ, ഈ വീട് മുഴുവൻ ഞാൻ നോക്കി. അന്ന ഇവിടെ ഒന്നുമില്ല. നമുക്ക് വേഗം പോലീസിൽ അറിയിക്കാം. അയ്യോ അച്ഛയ, ഇനി എന്നെ ചെയ്യാ? ചതിച്ചോ? എന്നെ പോകുന്ന വഴിക്ക് വീടിന്റെ അവിടെ ആക്കണേ. ഇറക്കാം. സോറി. പ്രണയ നിമിഷങ്ങളിൽ ഇറ്റ്സ് മീ ബിജു. ഈ കാത്തന നിമിഷങ്ങളിൽ പ്രിയെ നിന്നെ ഞാൻ ഓർത്തു പോവുകയാണ്. രാത്രിയുടെ ഈ സുന്ദരയാമങ്ങളിൽ സംഗീതം എന്നെ മതോന്മത്തനാക്കുന്നു. അയ്യോ, ഉന്മാദ നിമിഷങ്ങളിൽ പ്രണയഭരിതമാക്കുവാൻ. അജയോ, ആ ഇതിനെത്ര വില? നീ ഫിലിപ്പച്ചായനോട് വിളിച്ചു പറ ആൾക്കാരുമായിട്ട് കോളേജ് ജംഗ്ഷനിലോട്ട് വരാൻ. ടോമിച്ചായ, ആദ്യം നമുക്കൊന്ന് സംസാരിക്കാം, എന്നിട്ട് മതി. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അല്ലേ? കൂടാൻ പോയതാ, കഴിക്കേണ്ടി വന്നു. ഇത് എന്റെ ഭാര്യ പ്രിയ. എന്താ ഇത് ഇത് അന്ന ഗരീഡയാ. എന്താ മാധവ്, എന്താ കാര്യം? എല്ലാം കൈവിട്ടു പോയി. എനിക്കൊന്നും മനസ്സിലാവണില്ല. അത് അതൊക്കെ പറയാം. അത് ഞങ്ങൾ അകത്ത് കയറട്ടെ. കേറി വരൂ വരൂ. ചെരുപ്പൊക്കെ ഒന്ന് പുറത്തിടണേ. ഒന്നും വിചാരിക്കല്ലേ, കുറച്ച് വൃത്തി കൂടുതലാണെന്നേ ഉള്ളൂ. വരൂ.